സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇനി കർണാടകയിലും തമിഴ്നാട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ എറണാകുളത്ത് തന്നെ ഉണ്ട്. ഈ സൂര്യകാന്തി തോട്ടം വരുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറ ഭാഗത്ത് കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വിസിറ്റിംഗ് അലൗഡ് ആണ്. ഇവിടെ ഒരു എൻട്രി ചാർജും ഉണ്ട്. 20 റുപ്പീസാണ് ഇവിടുത്തെ എൻട്രി ചാർജ് ആയിട്ട് വരുന്നത്. ഇതുപോലെ വിശാലമായ സൂര്യകാന്തി തോട്ടത്തിൽ കിടിലം ഫോട്ടോസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്കും വരാം. പക്ഷെ പൂക്കളുടെയും ചെടികളുടെ കാര്യമല്ലേ, അതുകൊണ്ട് ഇന്ന് വിരിഞ്ഞ് നിൽക്കുന്ന സംഭവം നാളെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെന്നപ്പോഴും കുറേയൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇടക്ക് മഴ ഇടക്ക് വെയിൽ. പിന്നെ നമ്മൾ സൺസ്ക്രീനും കുടയൊക്കെ ഉപയോഗിക്കണ പോലെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും നടന്നപ്പോൾ കുറേ മാരിഗോൾഡ് കണ്ടു. അതുപോലെ തന്നെ ഇവിടെ പല ടൈപ്പ് ഓഫ് കൃഷികളുണ്ട്. ചീര ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക, പാവയ്ക്ക, പടവലം, ചൊരയ്ക്ക, അച്ചിങ്ങ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വാങ്ങാനും പറ്റും. ഈ കാണുന്നത് ഒരു പൂവല്ല, ഇത് നമ്മുടെ വെണ്ടയ്ക്കയുടെ പൂവാണ്. ഇവിടെ പിന്നെ ഒരു അമ്പലം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ സേവ് ദ ഡേറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെ ശല്യപ്പെടുത്തിയില്ല. പിന്നെ ഒരു പാടം സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പച്ചപ്പിൽ എടുത്തിട്ട് അങ്ങോട്ട് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാനുള്ളൊരു വകുപ്പ് ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ കൃഷി ചെയ്ത് നാടൻ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെ റിഫ്രഷ്മെൻറ്റ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഷേക്സും ജ്യൂസൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 ബത്തക്ക ജ്യൂസ് കുടിച്ചിട്ട് നേരെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയി. നമ്മൾ വാട്ടർമെലനും അതുപോലെ കുക്കുംബറൊക്കെയാണ് മേടിച്ചത്. ഇവിടെ പൊട്ടിവെള്ളരി, ചൊരക്ക, അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. എല്ലാം നല്ല നാടനായിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ നമ്മൾ ഈ പടവലം, ചൊരക്കയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്തായിട്ട് ഒന്നും കൂടി കയറി. അപ്പോൾ ഇത് കുറച്ചൊക്കെ നടന്നു പോയപ്പോഴും തലയെ തട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. ഈ വെക്കേഷൻ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.